കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും എന്നാണ് പഴമൊഴി. ഈ വഖഫ് നിയമ ഭേദഗതി പാർലമെൻറ്റിന് മുമ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ കൊല്ലത്തും മലപ്പുറത്തുമൊക്കെ അതിഗംഭീരമായ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചവരാണ് നമ്മുടെ നാട്ടിലെ SDPIക്കാർ. ആ സമയത്ത് മുനമ്പം വിഷയം മുമ്പിലുണ്ടല്ലോ, ഇപ്പോൾ വല്ല പ്രതിഷേധവും സംഘടിപ്പിച്ചാൽ ക്രിസ്ത്യാനികളുടെ വോട്ട് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിന് പുറകെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കിട്ടാതെ പോയാലോ എന്ന് കരുതി മൗനം പാലിച്ചവരാണ്. അല്ലെങ്കിൽ വെറുതെ പ്രമേയം പാസ്സാക്കുക മാത്രം ചെയ്തവരാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗുകാർ. അവർക്ക് പ്രതിഷേധം ഇല്ലാഞ്ഞിട്ടല്ല, പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ടുമല്ല, പക്ഷേ സമയം അത്ര ശുഭകരമല്ല സുഖകരമല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ലീഗുകാർ പ്രതിഷേധിക്കാൻ താമസിച്ചത്. ലീഗുകാർ മാത്രമല്ല, മഹാബുദ്ധിജീവികളായ ജമാഅത്തെ ഇസ്ലാമിക്കാരും അല്പം ഒന്ന് കാത്തിരിക്കാം എന്നാണ് വിചാരിച്ചത്. അവർ കരുതിയത് ഈ ജനതാദൾ യുണൈറ്റഡും അല്ലെങ്കിൽ തെലുങ്ക് ദേശം പാർട്ടി അതുപോലെയുള്ള മറ്റ് പാർട്ടികളുമൊക്കെ BJPയെ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും, അങ്ങനെ ബില്ല് അവതരണം നടക്കുകയില്ല, ഭേദഗതിയും ഉണ്ടാകുകയില്ല എന്നാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ബുദ്ധിയല്ലല്ലോ അമിത്ഷായുടെ ബുദ്ധി. പുള്ളി കൃത്യമായിട്ട് ജനതാദൾ യുണൈറ്റഡിന് അതുപോലെ തെലുങ്ക് ദേശം പാർട്ടി, പാസ്വാൻ്റെ പാർട്ടി, ജയന്ത് ചൗധരിയുടെ പാർട്ടിയും ബാക്കി സകല പാർട്ടികളെയും ഒറ്റക്കെട്ടാക്കി നിർത്തി. ആദ്യം ലോക്സഭ പാസ്സാക്കി, പിറ്റേ ദിവസം രാജ്യസഭയും പാസ്സാക്കി. ഇങ്ങനെ ഒരു ഭേദഗതിക്ക് അനുവാദം നൽകരുത് എന്ന് നമ്മുടെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളൊക്കെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇവരുടെ കമ്പി സന്ദേശം അവിടെ കിട്ടുന്നതിന് മുമ്പ് തന്നെ മുർമു കടലാസ് ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ മുർമുവിന് കത്തയച്ച ആളുകൾ ലഭ്യരായി. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ രാഷ്ട്രപതി ഒപ്പിട്ടു, അതിൻ്റെ പുറകെ അത് ഗസറ്റ് നോട്ടിഫൈ ചെയ്തു. അങ്ങനെ ഭേദഗതി തത്വത്തിൽ പ്രാബല്യത്തിൽ വന്നു. ഇങ്ങനെ ഒരു ഭേദഗതിക്കെതിരായിട്ട് മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും, എന്തിന് നമ്മുടെ തമിഴ് സിനിമാ നടൻ വിജയുടെ പാർട്ടി വരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിവിധ മുസ്ലിം സംഘടനകളൊക്കെ കയ്യിൽ ഇല്ലാത്ത കാശും ഉള്ള കാശും ചിലവാക്കി വലിയ വലിയ വക്കീലന്മാരെ അണിനിരത്തി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഹർജികളും സുപ്രീം കോടതിയുടെ മേശപ്പുറത്തുണ്ട്. ഒന്നിലും സ്റ്റേ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞു എന്നാണ് അനുമാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.